ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് വെള്ളരിക്കയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളരിക്ക ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. തോലൊക്കെ മുഴുവനായിട്ട് അരിയണമെന്നില്ല, കളയണമെന്നില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഞാനൊരു പകുതി വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കണം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ ഒരു വെള്ളരിക്ക മുങ്ങുന്ന രീതിയിലുള്ള വെള്ളമാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കണം. ഞാൻ 1 കപ്പോളം തേങ്ങ, അതായത് 1 മുറി തേങ്ങ മുഴുവനായിട്ടും എടുക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി എടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് തൈരാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പകുതി തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. എന്നിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് കൂട്ടി അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും അരച്ചെടുക്കാം. എന്നിട്ട് അവസാനം തൈര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് തിളച്ച് വരാറാവുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിപ്പിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് ചുമന്ന മുളക് പൊടി, കശ്മീരി മുളക് പൊടി കൂടി ആ കളറിന് വേണ്ടി ചേർത്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മോരുകറി അല്ലെങ്കിൽ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.